ആരെയാണ് പേടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം സർക്കാരിൻ്റെ എതിരെയുള്ള ഒരു സമരമെന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നവരും തടയുന്നു, കടകൾ അടക്കാൻ പറയുന്നു, മെട്രോ സ്റ്റേഷനിൽ അടക്കുന്നു, NSA ലാഗു ചെയ്യുന്നു. ഇതെല്ലാം സർക്കാർ ആരോടാണ്? സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ പറയുന്ന ചെറിയൊരു കാര്യം പോലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റാതെ സർക്കാർ പേടിച്ച് വരണ്ട് ഒളിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഗവൺമെന്റ് പ്രധാന രാജ്യമാണ് പ്രധാന ആവശ്യം. വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്, അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്താണെങ്കിലും എംപിമാരുള്ള വാഹനം, എംപിമാരുടെ ബസ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുള്ള ആദ്യ ബസ്സാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ ബസ്സാണ് ഇപ്പോൾ ഗാന്ധി സ്മൃതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിന് എവിടെ വരെ അനുമതി ലഭിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത എന്തായാലും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് കാണാൻ KC വേണുഗോപാൽ തന്നെ ബസ്സിന്റെ മുൻനിരയിൽ ഉണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒക്കെ നമുക്ക് ഈ ബസ്സിൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ ഈ ബസ് മുന്നോട്ട് പോവുകയാണ്. ഈ ബസ്സിൽ രാഹുൽ ഗാന്ധി ഉണ്ട്, ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ. നേരത്തെ ഈ ബസ്സുകൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് വന്നപ്പോഴേ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് എന്തോ ഒരു വലിയ നീക്കം കോൺഗ്രസ് നടത്താൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞു ജില്ലയിലെ മെട്രോ സ്റ്റേഷൻ തുറക്കുമെന്ന്. 17 മെട്രോ സ്റ്റേഷനുകളാണ് ഇന്നിപ്പോൾ അടഞ്ഞിടക്കുന്നത്. ആ സാഹചര്യത്തിൽ മെട്രോ സ്റ്റേഷൻ തുറക്കാൻ തറയെന്ന് മാത്രമല്ല 6:30 കൂടി തന്നെ കൊണാട്ട് പ്ലേസ് അടക്കമുള്ള ഇടങ്ങളിലെ കടകൾ അടയ്ക്കാവുന്ന ദിവസം സർക്കാർ നൽകിയ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം ദില്ലിയിൽ ഉണ്ട് എന്നതാണ് ഇതിൽ കോൺഗ്രസ്